വെൽക്കം ടു ബുദ്ധ സ്ട്രീറ്റ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് 20 മിനിറ്റ് ഡ്രൈവിൽ എത്തിച്ചേരാൻ പറ്റുന്ന ലൊക്കേഷനിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വില്ല പ്രോജക്റ്റിന്റെ ഭാഗമായിട്ടുള്ള ട്രഡീഷണൽ ആൻഡ് കൊളോണിയൽ എലിവേഷനോട് കൂടിയ രണ്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടുകൾ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. രണ്ട് വീടുകളാണ് ഇവിടെ സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. 68 ലക്ഷം രൂപയ്ക്കും 62 ലക്ഷം രൂപയ്ക്കും. അതിൽ 68 ലക്ഷം രൂപയുടെ വീടാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. 4 സെന്റ് സ്ഥലത്ത് 1580 സ്ക്വയർ ഫീറ്റിൽ 3 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമും വർക്ക് ഏരിയയും 2 കാർ പാർക്കിംഗ് സ്പേസും അടങ്ങുന്നതാണ് ഈ ഒരു വീട്. ഇവിടെ നിന്ന് ബസ് റൂട്ടിലേക്ക് 450 മീറ്ററും ചാത്തത ആൻഡ് കൊച്ചിൻ ഇന്റർനാഷണൽ സ്കൂളിലേക്ക് 1.2 കിലോമീറ്ററും സമർട്ടൺ ഹോസ്പിറ്റലിലേക്ക് 3 കിലോമീറ്ററും രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 7 കിലോമീറ്ററും ഇൻഫോ പാർക്കിലേക്ക് 9 കിലോമീറ്ററും കാക്കനാടേക്ക് 13 കിലോമീറ്ററും എടപ്പള്ളിയിലേക്ക് 14 കിലോമീറ്ററും ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് 11 കിലോമീറ്ററും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 19 കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് ആയി വരുന്നത്. ഈ വീടിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. മനോഹരമായ ഈ ഒരു വീടിന്റെ എലിവേഷൻ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ കൊളോണിയൽ ആൻഡ് ട്രഡീഷണൽ കോമ്പിനേഷൻ എലിവേഷനാണ് വന്നിരിക്കുന്നത്. ഭംഗിയുള്ള കളർ കോമ്പിനേഷനിൽ റൂഫ് ടൈൽസ് ഒക്കെ നൽകി 2-വേ ലൈറ്റ്സോട് കൂടിയാണ് എലിവേഷൻ വരുന്നത്. 4 മീറ്ററോളമാണ് ഇന്റർണൽ റോഡ് വരുന്നത്. ഇന്റർലോക്കിംഗ് കട്ടകളാണ് റോഡിൽ വിരിച്ചിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് കോമൺ കിണർ നൽകിയിരിക്കുന്നത്. കോമ്പൗണ്ട് വാളിന്റെ ഡീറ്റെയിൽസിലേക്ക് വരികയാണെങ്കിൽ സിമ്പിൾ കോമ്പൗണ്ട് വാളാണ് വരുന്നത്. ഗേറ്റിന്റെ ഓപ്പണിംഗ് ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്ലൈഡിംഗ് ഗേറ്റും ഫോൾഡിംഗ് ഗേറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് ഇന്റർലോക്ക് കട്ടകളും കോബിൾ സ്റ്റോണും വിരിച്ച വിശാലമായ ഒരു മുറ്റത്തേക്കാണ്. കിഴക്ക് ദർശനമായിട്ടുള്ള ഈ വീടിന് 2 കാർ പാർക്കിംഗ് സൗകര്യമാണ് വരുന്നത്. വീടിന്റെ ഫ്രണ്ട് സൈഡായ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫസ്റ്റ് കാർ പാർക്കിംഗ് സ്പേസ് വരുന്നത്. രണ്ടാമത്തെ കാർ പാർക്കിംഗ് സ്പേസ് സൗത്ത് സൈഡിലായിട്ടാണ് വരുന്നത്. കൂടാതെ പ്ലാന്റർ ബോക്സുകൾ നൽകിയിട്ടുണ്ട്. 4 സൈഡും അത്യാവശ്യം സ്പേസ് നൽകിയാണ് ഈ ഒരു വീട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. വെജിറ്റബിൾ ഗാർഡൻ ഒക്കെ ചെയ്യാനുള്ള സ്പേസ് വരുന്നുണ്ട്. കിച്ചനോട് ചേർന്ന് തന്നെ വർക്ക് ഏരിയയ്ക്കുള്ള സ്പേസും നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിന്റെ സിറ്റ് ഔട്ടിന്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സിറ്റ് ഔട്ട് ഫുള്ളി ലെതർ ഫിനിഷ്ഡ് നാനോ ഗ്രാനൈറ്റും ടൈലും യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. കൂടാതെ 5-6 ചെയർ ഇടാനുള്ള സ്പേസ് നമുക്ക് ഇവിടെയായിട്ട് വരുന്നുണ്ട്. കിഴക്ക് ദർശനമായിട്ടുള്ള ഈ വീടിന്റെ മെയിൻ ഡോർ പെട്രോയുടെ പ്രീമിയം സ്റ്റീൽ ഡോറിലാണ് വരുന്നത്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ വരുന്നത് ഈ വീടിന്റെ സ്പേഷ്യസ് ആയ ലിവിംഗിലേക്കാണ്. വലുപ്പമുള്ള ഒരു കോർണർ സോഫ സെറ്റിനും കോഫി ടേബിളിനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. അത്യാവശ്യം വെന്റിലേഷൻസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടുള്ള ഈ ഒരു ലിവിംഗിന്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് TV യൂണിറ്റിനുള്ള പ്രൊവിഷൻ വരുന്നത്. ഭംഗിയെ തന്നെയാണ് TV യൂണിറ്റും വരുന്നത്. ലിവിംഗിൽ നിന്ന് ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഈ വീടിന്റെ ഓപ്പൺ കിച്ചൺ വരുന്നത്. പിന്നീട് നമ്മൾ നേരെ വരുന്നത് ഡൈനിങ് സ്പേസിലേക്കാണ്. ഒരു 12 സീറ്റർ ഡൈനിങ് ടേബിൾ വരെ നമുക്കിവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. അത്യാവശ്യം വെന്റിലേഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഡബിൾ ഹൈറ്റ് ആയിട്ടാണ് വരുന്നത്. മുകളിൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് ഭംഗിയുള്ള ഹാങ്ങിങ് ലൈറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു കോർണറിലേക്ക് മാറിയിട്ടാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. വാഷ് കൗണ്ടർ ഫിറ്റിംഗിന് കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട്. സോമനയുടെ ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. ഇവിടെ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. കൂടാതെ ഈ ഒരു കോർണറിലായിട്ടാണ് നമ്മുടെ താഴത്തെ നിലയിലെ ബെഡ്റൂം വരുന്നത്. ഈ വീട്ടിൽ ലെഗ്രാൻഡിന്റെ സ്വിച്ചസും വീഗാർഡിന്റെ വയസ്സുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഗ്ലോസി പാറ്റേണുള്ള ടൈലാണ് ഫ്ലോറിംഗിനായിട്ട് വന്നിരിക്കുന്നത്. വുഡായിട്ട് മഹാഗണിയും ആഞ്ഞിലിയുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിന്റെ ഓപ്പൺ കിച്ചന്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടുള്ള കിച്ചണ് ഈസ്റ്റിലേക്കാണ് സ്റ്റൗവിനുള്ള പ്രൊവിഷൻ വരുന്നത്. ഹോബ് ഇവിടെ ഓൾറെഡി പ്ലേസ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം വെന്റിലേഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ട് ധാരാളം സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. വലുപ്പമുള്ള സിങ്കും 2 ടാപ്പും തന്നിട്ടുണ്ട്. കൗണ്ടർ ടോപ്പായിട്ട് ഗ്രാനൈറ്റ് ആണ് വരുന്നത്. കൗണ്ടർ സ്പേസിനോട് ചേർന്ന് അത്യാവശ്യം പവർ പോയിന്റും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. സീലിംഗ് ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുള്ള ഈ ഒരു കിച്ചണിന്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫ്രിഡ്ജിനുള്ള പോയിന്റ് വരുന്നത്. നമുക്ക് ഈ വീടിന്റെ താഴത്തെ നിലയിൽ ബെഡ്റൂമിലേക്ക് വരാം. ബെഡ്റൂമിന്റെ ഡോറിനെ ഫിറ്റ് ചെയ്യാനായിട്ടുണ്ട്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 12 അടിയിലേറെ നീളവും 11 അടിയിലേറെ വീതിയുമാണ് വരുന്നത്. അത്യാവശ്യം വെന്റിലേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന്റെ ഒരു കോർണറിലേക്ക് മാറി വാൾഡ്രോബും ലാപ്ടോപ്പ് ടേബിളും ഡ്രസ്സിംഗ് യൂണിറ്റും വരുന്നുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. സ്പേഷ്യസ് ആയ ഒരു ബാത്റൂമിലെല്ലാം തന്നെ സോമനയുടെ ഫിറ്റിംഗ്സ് ആണ് ചെയ്തിരിക്കുന്നത്. സീലിംഗ് ഒക്കെ ചെയ്തിട്ടാണ് ഈ ഒരു ബാത്റൂം വരുന്നത്. നമുക്കിനി ഈ വീടിന്റെ സ്റ്റെയറിന്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. ഫ്ലോട്ടിംഗ് സ്റ്റൈലാണ് സ്റ്റെപ്പുകൾ വന്നിരിക്കുന്നത്. സ്റ്റെപ്പുകളെല്ലാം തന്നെ വുഡിലാണ് വന്നിരിക്കുന്നത്. സ്റ്റെപ്സിന്റെ എല്ലാം തന്നെ അടിയിലായിട്ട് പ്രൊഫൈൽ ലൈറ്റ് നൽകിയിട്ടുണ്ട്. ഹാൻഡ് റെയിൽ വുഡും MS യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് സ്റ്റെയർ വരുന്നത്. സ്റ്റെയർ കയറി വരുമ്പോൾ ലാൻഡിങ്ങിനോട് ചേർന്നാണ് യൂട്ടിലിറ്റി സ്പേസിലേക്കുള്ള ഓപ്പണിംഗ് വരുന്നത്. കൂടാതെ നോർത്തിലേക്ക് വലുപ്പമുള്ള ഗ്ലാസ് വിൻഡോസും നൽകിയിട്ടുണ്ട്. കൂടാതെ സീറ്റിംഗ് യൂണിറ്റും സ്റ്റോറേജ് സ്പേസും ഡക്ക് സ്പേസും എല്ലാം വരുന്നുണ്ട്. സ്റ്റെയർ കയറി നമ്മൾ അപ്പർ ലിവിങ്ങിലേക്കാണ് എത്തിച്ചേരുന്നത്. അപ്പർ ലിവിംഗ് സ്പേസിൻ്റെ ഒരു കോർണറിലേക്ക് മാറി സ്റ്റഡി ടേബിൾ വരുന്നുണ്ട്. 2 പേർക്ക് ഇരിക്കാവുന്ന രീതിയിലാണ് സ്റ്റഡി ടേബിൾ ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. മുകളിൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് ഭംഗിയാക്കിയാണ് ഈ ഒരു അപ്പർ ലിവിംഗ് വരുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. അപ്പർ ലിവിംഗ് സ്പേസിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് TV യൂണിറ്റിനുള്ള പ്രൊവിഷൻ നൽകിയിരിക്കുന്നത്.
നമുക്ക് ഈസ്റ്റിലേക്ക് വലുപ്പമുള്ളൊരു ഗ്ലാസ് വിൻഡോ നൽകിയിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെ ഒരു സീറ്റിംഗ് യൂണിറ്റും കൂടാതെ ഡെക്ക സ്പേസും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഇവിടെയും ഡോർ ഇനി ഫിറ്റ് ചെയ്യാനായിട്ടുണ്ട്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിനും 12 അടിയിലേറെ നീളവും 11.5 അടിയോളം വീതിയുമാണ് വരുന്നത്. അത്യാവശ്യം വെന്റിലേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന്റെയും ഒരു കോർണറിലേക്ക് മാറി വാർഡ്രോബും ഡ്രസ്സിംഗ് യൂണിറ്റും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോർ ആണ് നൽകിയിരിക്കുന്നത്. സ്പേഷ്യസ് ആയ ഒരു ബാത്റൂമിലെല്ലാം തന്നെ സൊമനിയുടെ ഫിറ്റിംഗ്സ് ആണ് ചെയ്തിരിക്കുന്നത്. സീലിംഗ് ഒക്കെ ചെയ്തിട്ടാണ് ഈ ഒരു ബാത്റൂം വരുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിന് മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഇവിടെ ഡോർ ഇനി ഫിറ്റ് ചെയ്യാനായിട്ടുണ്ട്. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 10.5 അടി നീളവും 9 അടിയിലേറെ വീതിയുമാണ് വരുന്നത്. അത്യാവശ്യം വെന്റിലേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിനും ഒരു കോർണറിലേക്ക് മാറി വാർഡ്രോബ് നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോർ ആണ് നൽകിയിരിക്കുന്നത്. സ്പേഷ്യസ് ആയ ഈ ഒരു ബാത്റൂമിലും എല്ലാം തന്നെ സോമനയുടെ ഫിറ്റിംഗ്സ് ആണ് ചെയ്തിരിക്കുന്നത്. സീലിംഗ് വർക്കുകളോട് കൂടിയാണ് ഈ ഒരു ബാത്റൂമും വരുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിന്റെ യൂട്ടിലിറ്റി സ്പേസ് വരുന്നത്. ഒരു കോർണറിലേക്ക് മാറി വാഷിംഗ് മെഷീനുള്ള പോയിന്റ് നൽകിയിട്ടുണ്ട്. ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയറും ഈ യൂട്ടിലിറ്റി സ്പേസിൽ നിന്നാണ് വരുന്നത്. ഫുള്ളി ഷീറ്റ് കൊണ്ട് കവർ ചെയ്താണ് ഈ ഒരു സ്പേസ് വരുന്നത്. 4 സെന്റ് സ്ഥലത്ത് 1580 സ്ക്വയർ ഫീറ്റിൽ 3 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമും യൂട്ടിലിറ്റി സ്പേസും വർക്ക് ഏരിയയും 2 കാർ പാർക്കിംഗ് സ്പേസും അടങ്ങുന്ന ഈ ഒരു മനോഹരമായ വീടിന് ചോദിക്കുന്നത് 68 ലക്ഷം രൂപയാണ്. ഈ വില നെഗോഷ്യബിളുമാണ്. അതുപോലെ ഈ വീടിന് ഹോം ലോണും അവൈലബിൾ ആണ്. എറണാകുളം ജില്ലയിൽ ഇതുപോലെ മനോഹരമായ വില്ലകൾ, വീടുകൾ, പ്ലോട്ടുകൾ എന്നിവ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും സ്വന്തമാക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന ബുദ്ധ സ്റ്റേറ്റ്സ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.